നമസ്കാരം. 100 ദിവസം പിന്നിടുമ്പോൾ UDF സർക്കാർ പ്രതീക്ഷയും ദിശാബോധവും സൃഷ്ടിച്ചുവെന്ന് വാഴ്ത്തിക്കൊണ്ട് ഇടതു സഹയാത്രികനും അതുപോലെ തന്നെ ഡോക്ടറുമായ ഇക്ബാൽ ബാപ്പുകുഞ്ഞിന്റെ കുറിപ്പ്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: VD സതീശൻ സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങൾ. കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും സംസ്ഥാനത്തിന് മുന്നിലുള്ള സാധ്യതകളും കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരെന്ന ധാരണ 100 ദിവസങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കാൻ VD സതീശൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയിലെ യുവാക്കളുടെ വർദ്ധിച്ച സാന്നിധ്യവും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ സമീപനങ്ങൾ സ്വീകരിക്കാനും സന്നദ്ധമായ ഒരു സർക്കാരെന്ന പ്രതീക്ഷ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയതായി ആരംഭിച്ച ജനകീയ പദ്ധതികളുടെ തുടർച്ചയും സുസ്ഥിരതയും ഉറപ്പാക്കുകയും അവയെ സ്ഥാപനവൽക്കരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. 1. ലഹരി വിരുദ്ധ പോരാട്ടം. ആദ്യ 100 ദിവസങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയവും വിജയകരവുമായ ഇടപെടലുകളിൽ ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. എന്നാൽ ലഹരി വിരുദ്ധ പോരാട്ടം ആഭ്യന്തര വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമായി കാണാനാവില്ല. അത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെയും കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും സംയുക്ത ഉത്തരവാദിത്തമാണ്. ലഹരിയുടെ വ്യാപനം തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ എത്രത്തോളം അനിവാര്യമാണോ അതുപോലെ തന്നെ യുവാക്കളെ ലഹരിയിലേക്ക് നയിക്കുന്ന സാമൂഹികവും മാനസികവുമായ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും പ്രധാനമാണ്. ഇതിനായി വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന സമഗ്രമായ സ്കൂൾ കോളേജ് ആരോഗ്യ പദ്ധതി നടപ്പിലാക്കണം. ആഭ്യന്തര ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിക്കുന്ന ഒരു ദീർഘകാല ലഹരി വിരുദ്ധ തന്ത്രമാണ് ഇതിനാവശ്യം. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ആരോഗ്യ തൂഫാനും നടപ്പിലാക്കാൻ ആഭ്യന്തര വകുപ്പ് പ്രചോദനം നൽകണം. രണ്ടാമതായി ആരോഗ്യരംഗം. വിവിധ ജില്ലകളിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ നേരിട്ട് സന്ദർശിച്ച് അവയുടെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണ്. എന്നാൽ ഇതിനകം ആരംഭിച്ച പല മെഡിക്കൽ കോളേജുകളും ഇപ്പോഴും പൂർണ്ണമായ പ്രവർത്തനക്ഷമത കൈവരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പുതിയ 2 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നതിന് മുൻഗണന നൽകുന്നത് പുനഃപരിശോധിക്കേണ്ടതാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച ഗോൾഡൻ അവർ പദ്ധതി 40 വയസ്സിന് ശേഷമുള്ള വാർഷിക ആരോഗ്യ പരിശോധന, വയോജന പരിചരണത്തിനുള്ള കെയർ ഗിവർ പരിശീലനം, വയോജന വാക്സിനേഷൻ തുടങ്ങിയ പദ്ധതികൾക്കും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനേക്കാൾ നിലവിലുള്ള സംവിധാനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും ഉറപ്പാക്കുകയും ചികിത്സയോടൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകേണ്ട സമയമാണിത്. 3. ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പുനഃസംഘടിപ്പിക്കുകയും 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി നിയോഗിക്കുകയും വൈസ് ചാൻസലർമാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അടുത്തത് വയോജനങ്ങളാണ്. മുൻ സർക്കാർ രൂപീകരിച്ച വയോജന കമ്മീഷന് പിന്നാലെ ഇപ്പോൾ വയോജന വകുപ്പ് രൂപീകരിച്ചതും സ്വാഗതാർഹമാണ്. എന്നാൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു മേഖലയ്ക്ക് പ്രത്യേക മന്ത്രി ഇല്ലാത്തത് ഒരു പരിമിതിയായി തുടരുന്നുണ്ട്. വയോജനങ്ങളെ കേവലം പരിചരണവും ക്ഷേമവും ആവശ്യമുള്ള വിഭാഗം മാത്രമായി കാണാതെ അവരുടെ അറിവും അനുഭവവും നൈപുണ്യവും സമൂഹത്തിന്റെ വികസന സമ്പത്തായി പ്രയോജനപ്പെടുത്തുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ച സിൽവർ എക്കണോമി എന്ന ആശയം അടിയന്തരമായി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. 5. തദ്ദേശ ഭരണം. 3 പതിറ്റാണ്ടിലെ പ്രവർത്തനം വിലയിരുത്തണം. പൊതുജനാരോഗ്യത്തിൽ കൂടുതൽ ഇടപെടൽ വേണം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. 100 ദിവസങ്ങൾ മാറ്റത്തിനുള്ള ഒരു പ്രതീക്ഷയും ദിശാബോധവും സൃഷ്ടിച്ചിട്ടുണ്ട്. ആ തുടക്കങ്ങളെ സുസ്ഥിരമായ നയങ്ങളായും ശക്തമായ സ്ഥാപന സംവിധാനങ്ങളായും മാറ്റിയെടുക്കുന്നതിലാണ് സർക്കാരിന്റെ യഥാർത്ഥ വിജയം നിർണയിക്കപ്പെടുക. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രകടനത്തിന് 10-ൽ 5 മാർക്ക് നൽകാം, അദ്ദേഹം പറയുന്നു.